ഹായ് ഫ്രണ്ട്സ്, ആദ്യയുടെ അക്കാഡമിക്സ് ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണു ജി രഞ്ജിത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കമ്മീഷനുകൾ അഥവാ കമ്മിറ്റി. മത്സര പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കാറുള്ള കമ്മിറ്റികളും അത് രൂപീകൃതമാവാനുള്ള കാരണത്തെയും കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മുഖർജി കമ്മീഷൻ, KG ഷാ കമ്മീഷൻ, നാനാവതി കമ്മീഷൻ, ഗാഡ്ഗിൽ കമ്മീഷൻ, കസ്തൂരി രംഗൻ കമ്മീഷൻ, ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മത്സര പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് അല്ലേ. ഇങ്ങനെ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി രൂപീകൃതമാവുന്ന കമ്മിറ്റികളെ അഡ്ഹോക്ക് കമ്മിറ്റികൾ എന്നാണ് പറയുന്നത്. താൽക്കാലിക ആവശ്യത്തിനായിട്ടായിരിക്കും അത് രൂപീകൃതമാവുന്നത്. ഇപ്പൊ വെസ്റ്റേൺ ഘട്ടിലെ പരിസ്ഥിതി പ്രശ്നത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നു. അവര് കുറച്ചു കാലം അത് പഠിച്ചതിന് ശേഷം അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ആ കമ്മിറ്റിയെ പിരിച്ചുവിടും. ഇപ്പൊ ഒരിടത്ത് കലാപമുണ്ടായി എന്ന് വെച്ചോളൂ, അതിനെക്കുറിച്ച് പഠനം നടത്താനായിട്ട് കമ്മിറ്റികൾ നിയമിക്കാറുണ്ട്. സാമ്പത്തിക രംഗത്തിൽ മെച്ചപ്പെടാൻ, ഇപ്പൊ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മെച്ചപ്പെടാൻ, അങ്ങനെ പലതരം പർപ്പസുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായിട്ട് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ രൂപീകരിക്കുന്ന കമ്മിറ്റികളാണ് അഡ്ഹോക്ക് കമ്മിറ്റികൾ. മത്സര പരീക്ഷകളിൽ സ്ഥിരം ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇന്ന് നമ്മൾ അങ്ങനെ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും മത്സര പരീക്ഷകളിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ കമ്മീഷനുകളും കോഡിലൂടെ സെറ്റ് ചെയ്ത് അല്പസമയം കൊണ്ട് തന്നെ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സിന്റെയൊക്കെ നോട്ട്സ് നിങ്ങൾക്ക് PDF രൂപത്തിൽ വേണം എന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ജോയിൻ ചെയ്തോളൂ. മാത്രമല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസിന്റെ ലിങ്കും അവിടെയും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. എന്നാൽ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ രണ്ടിടത്ത് ഹണ്ടർ കമ്മീഷൻ വരുന്നുണ്ട്. ഹണ്ടർ എന്നാൽ വേട്ട, വേട്ടയാടുന്ന കമ്മീഷൻ എന്ന് ചുമ്മാ കോർഡിനേറ്റ് ഓർത്തോളൂ. ആദ്യത്തെ വേട്ട നടക്കുന്നത് വിദ്യാഭ്യാസത്തിലാണ് എന്നും ഓർത്തോളൂ. ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇത് 1882 സർ വില്യം ഹണ്ടറിന്റെ നേതൃത്വത്തിലാണ് വരുന്നത്. ഇംപ്രൂവ് പ്രൈമറി എഡ്യൂക്കേഷൻ, എൻകറേജ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മേക്ക് എഡ്യൂക്കേഷൻ മോർ പ്രാക്ടിക്കൽ ഫോർ ഇന്ത്യൻസ്. ഇവിടെ നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് വുഡ് ഡെസ്പാച്ച് 1854 ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നാണ് അറിയപ്പെടുന്നത്. ഡൽഹൌസി പ്രഭുവിന്റെ കാലത്തിലാണ് വുഡ് ഡെസ്പാച്ച് വരുന്നത്. നമുക്ക് പ്രൈമറി വിദ്യാഭ്യാസം നമ്മുടെ സ്വന്തം ഭാഷയിലും അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡറി വിദ്യാഭ്യാസം ഇംഗ്ലീഷ് ഭാഷയിലും ആയിരിക്കണം എന്ന രീതിയിൽ നിർദ്ദേശിച്ചുകൊണ്ടാണ് വുഡ് ഡെസ്പാച്ച് വരുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുവാനും പ്രായോഗികമായിട്ട് നടപ്പിലാക്കാനും വേണ്ടിയിട്ടാണ് ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. വിദ്യാഭ്യാസത്തിലാണ് വേട്ടയാടിയത് എന്ന് ഓർത്തോളൂ. ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആര് എന്ന് ചോദിക്കും. അതിൽ ഹണ്ടറിലെ ലാസ്റ്റ് ഒരു ഉണ്ടല്ലോ, അത് വെച്ച് ഓർത്തോളൂ, അതാണ് റിപ്പൺ. എന്നാൽ വുഡ് ഡെസ്പാച്ച് വന്ന സമയത്ത് ഡൽഹൌസി ആണ്. ഹൗസിലാണ് നല്ല വിദ്യാഭ്യാസം, പ്രാഥമികമായിട്ട് നമ്മുടെ സ്വന്തം ഭാഷയിലും അത് കഴിഞ്ഞ് ദ്വിതീയമായിട്ട് നമ്മൾ ഇംഗ്ലീഷിലും വിദ്യാഭ്യാസം നേടണം എന്ന് ഡൽഹൌസി വുഡ് ഡെസ്പാച്ച് കൊണ്ടുവന്നു. അതിനെക്കുറിച്ച് പഠനം നടത്താനാണ് ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷനും വന്നത്. 1882 വൈസ്രോയി റിപ്പൺ എന്നും ഓർത്തോളൂ. എന്നാൽ രണ്ടാമത്തെ ഹണ്ടർ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരെ നമ്മൾ യഥാർത്ഥത്തിൽ ഹോണ്ട് ചെയ്ത വേട്ടയാടിയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പഠനം നടത്താനാണ്. 1919 ഏപ്രിൽ 13 ബൈശാലി ആഘോഷത്തിനിടയ്ക്ക് ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ നമ്മുടെ ജനങ്ങളെ യാതൊരു രീതിയിലുള്ള ഒരു പ്രശ്നവും ഇല്ലാതെ വന്നിട്ട് പ്രതിഷേധിക്കുമായിരുന്ന ആൾക്കാരെ വന്നിട്ട് മൈക്കിൾ ഒ ഡയറിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ വന്നിട്ട് നിർത്തി വെടിവെക്കുകയും ധാരാളം ആൾക്കാര് മരണപ്പെടുകയും ചെയ്തു. അതേക്കുറിച്ച് പഠനം നടത്താനായിട്ട് വന്ന കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ബ്രിട്ടീഷുകാര് ജാലിയൻ വാലാബാഗില് നമ്മളെ ഹണ്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട പഠിക്കാനായിട്ട് വന്ന കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. അത് 1919 സർ വില്യം ഹണ്ടറിന്റെ നേതൃത്വത്തിലാണ് വീണ്ടും വരുന്നത്. അപ്പൊ ആദ്യത്തത് എഡ്യൂക്കേഷൻ, രണ്ടാമത്തത് ഒരു റിയൽ ഹണ്ട് തന്നെ ആയിരുന്നു എന്നും ഓർത്തോളൂ. എങ്കിൽ അടുത്ത ഇതിനെക്കുറിച്ച് പഠനം നടത്താനായിട്ട് കോൺഗ്രസുകാര് 3 എമ്മിനെ അയക്കും. അതാണ് മദൻ മോഹൻ മാളവ്യ കമ്മിറ്റി. അത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായിട്ട് ബന്ധപ്പെട്ട് പഠനം നടത്താനായിട്ട്
കോൺഗ്രസ് ഏൽപ്പിച്ചതാണ്. 3M മദൻ മോഹൻ മാളവ്യ എന്ന് പഠിച്ചോളൂ. അതും 1919 ആ വിഷയം നടക്കുന്ന അതേ വർഷം തന്നെയാണ്. എങ്കിൽ അത് കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് ഈ 1919 തന്നെയാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട് അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 നിലവിൽ വരുന്നത്. ഈ ആക്ട് പ്രകാരം ഇവിടെ ഡയാർക്കി നടപ്പിലാക്കുക എന്നുള്ള ദ്വിഭരണം നടപ്പിലാക്കുക എന്നുള്ള രീതിയൊക്കെ നിർദ്ദേശിച്ചത് ഈ ആക്ടിലായിരുന്നു. 1919 അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ട് 1924 ഇതേക്കുറിച്ച് പഠനം നടത്താനായിട്ട് ബ്രിട്ടീഷുകാർ ഒരു മൂഡി മാൻ കമ്മിറ്റിയെ നിയമിച്ചു. മൂഡി മാൻ കമ്മിറ്റി, ബ്രിട്ടീഷ് ഇന്ത്യ ബോഡി ടു റിവ്യൂ ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 1919 സിസ്റ്റം ഓഫ് ഡയാർക്കിയെ കുറിച്ച് പഠനം നടത്താനായിട്ട് ബ്രിട്ടീഷുകാര് ഒരു ബുദ്ധിമാനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു എന്ന് ഓർത്തോളൂ. അതാണ് സർ അലക്സാണ്ടർ മൂഡിമാൻ അഥവാ മൂഡിമാൻ കമ്മിറ്റി. 1924 വൈക്കം സത്യാഗ്രഹമൊക്കെ നടക്കുന്ന അതേ വർഷമാണ്. എങ്കിൽ അടുത്ത് നോക്കാനുള്ളത് ദ ഹിൽട്ടൺ യങ് കമ്മീഷൻ, റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസ്. യങ് ആയിട്ടുള്ള ആളാണ്, അപ്പോ ധാരാളം ധനത്തിന് ആവശ്യം വരുമല്ലേ. യെസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെച്ചോളൂ. ഇൻവെസ്റ്റിഗേറ്റ് ദ കറൻസി സിസ്റ്റം ആൻഡ് റെക്കമെൻഡ് റിഫോംസ്. കാരണം ഇന്ത്യയിലുള്ള കറൻസി സിസ്റ്റവും പിന്നെ ആവശ്യത്തിനുള്ള മാറ്റങ്ങളെയും കുറിച്ച് പഠിക്കാനായിട്ട് വന്ന കമ്മീഷനാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ അഥവാ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസ് എന്ന് ഓർത്തോളൂ. അപ്പോ ഇതിന്റെ നിർദ്ദേശപ്രകാരമാണ് 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയില് രൂപീകൃതമാകുന്നത്. നോട്ട് അച്ചടിക്കുന്ന ബാങ്ക് അല്ലേ, യങ്ങായിട്ടുള്ള ആളാണ്, ധാരാളം ധനം വേണം, റിസർവ് ബാങ്ക് എന്ന് കണക്ട് ചെയ്ത് പഠിച്ചോളൂ. സർ എഡ്വേർഡ് ഹിൽട്ടൺ യങ് ആണ് ഈ കമ്മീഷന്റെ തലവൻ. 1926 നിലവിൽ വരുന്നത്. ഇതിന്റെ നിർദ്ദേശപ്രകാരം 9 വർഷത്തിന് ശേഷം 1935 റിസർവ് ബാങ്ക് രൂപീകൃതമായി. അതില് 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുന്നത് എന്നും ഓർത്തോളൂ. ദി എസ്.കെ. ധർ കമ്മീഷൻ ഓർ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ. എസ്.കെ. ധർ 1948 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകൃതമാക്കണം എന്ന് പഠിക്കാനായിട്ട് രൂപം കൊണ്ട ആദ്യത്തെ കമ്മീഷനാണ് എസ്.കെ. ധർ. ധർ പറഞ്ഞു ധൈര്യമായിട്ട് ഭാഷാടിസ്ഥാനത്തില് സംസ്ഥാനങ്ങളെ കൊണ്ടുവരാൻ. എന്നാൽ ഇതിനെ കുറിച്ചിട്ട് വീണ്ടും പഠനം നടത്തിയ JVP കമ്മിറ്റിക്ക് അത്ര ധൈര്യം ഇല്ല. അവര് പറഞ്ഞു ധൈര്യമായിട്ട് കൊണ്ടുവരണ്ട. ആര്? ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പി എന്നാൽ പട്ടാഭി സീതാരാമയ്യ ഇതിനെതിരെ പറഞ്ഞു അങ്ങനെ ധൈര്യമായിട്ട് കൊണ്ടുവരണ്ട. എക്സാം ഇൻ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആഫ്റ്റർ ദ ധർ കമ്മീഷൻ. ധർ കമ്മീഷനെ കുറിച്ച് അതിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് വീണ്ടും പുനർപഠനം നടത്തിയിട്ട് അത് ഇപ്പോ വേണ്ട, ഭാവിയിൽ വിഷയമാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പരിഗണിക്കാമെന്ന് പറഞ്ഞത് JVP കമ്മിറ്റി. എന്നാൽ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാൻ പറഞ്ഞത് എസ്.കെ. ധർ കമ്മിറ്റി. ഓക്കെ, ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തെ കുറിച്ചിട്ട് പഠനം നടത്താൻ ആദ്യം വന്നത് എസ്.കെ. ധർ. ധൈര്യമായി മുമ്പോട്ട് പോകാൻ വേണ്ടി പറഞ്ഞപ്പോ JVP പറഞ്ഞു, ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേല്, പട്ടാഭി സീതാരാമയ്യ പറഞ്ഞു വേണ്ട എന്ന്. രണ്ടും 1948 നിലവിൽ വരുന്നത് എന്നും ഓർത്തോളൂ. എങ്കിൽ അതേ തുടർന്ന് 5 വർഷങ്ങൾക്ക് ശേഷം പോറ്റി ശ്രീരാമലു ആന്ധ്രയ്ക്ക് വേണ്ടിയിട്ട് നിരാഹാരം കിടന്ന് മരണപ്പെട്ടു. അപ്പോ വിഷയം വഷളായി. JVP പറഞ്ഞ എന്താണ്? ഭാവിയിൽ വിഷയം വരുന്നു എങ്കിൽ നോക്കാമെന്ന്. യെസ്, 5 വർഷം കഴിഞ്ഞ് പോറ്റി ശ്രീരാമലു മരണപ്പെട്ടു. അതേ തുടർന്ന് നടന്ന പ്രശ്നങ്ങളിൽ ആന്ധ്ര എന്ന സംസ്ഥാനം 1953 ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമായി ആന്ധ്ര മാറി. എന്നാൽ ആ വർഷം തന്നെ ഫസൽ അലി കമ്മീഷനെ നിയോഗിച്ചു. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ബേസ്ഡ് ഓൺ ലാംഗ്വേജ് ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകളെ രൂപീകൃതമാക്കുവാനായിട്ട് പിന്നെയും 5 വർഷത്തിന് ശേഷം ഫസൽ അലി കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലിയാണ്. പിന്നെ സർദാർ KM പണിക്കർ മലയാളിയാണ്, പുള്ളിയും അതിനുവേണ്ടി പണിയെടുത്തു. പിന്നെ ഹൃദയനാഥ് കുൻസ്രുവും കൂടെ ഉണ്ട് എന്ന് ഓർത്തോളൂ. അപ്പൊ ഫസൽ അലി, പിന്നെ പണിയെടുക്കാനായിട്ട് പണിക്കരും, പിന്നെ ഹൃദയനാഥായിട്ടുള്ള കുൻസ്രുവും, ഹൃദയമുള്ളൊരു കുൻസ്രുവും അവരുടെ കൂടെ ചേർന്നു. അങ്ങനെ 1956 14 സ്റ്റേറ്റുകളാണ് ഭാഷാ അടിസ്ഥാനത്തില് രൂപീകൃതമാവുന്നത്. അത് സക്സസ്ഫുൾ ആയിരുന്നു, ഫസൽ അലി കമ്മീഷൻ. എന്നാൽ ഭാഷയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം വന്നത് ധൈര്യമായിട്ട് എസ്.കെ. ധർ വന്നു. JVP അതിനെ എതിർത്തു. പിന്നെ വിഷയമായി. 5 വർഷത്തിന് ശേഷം പോറ്റി ശ്രീരാമലു മരിച്ചു. ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായി. ആ വർഷം തന്നെ ഫസൽ അലി കമ്മീഷൻ വന്നു. 1956
14 സ്റ്റേറ്റുകൾ ഭാഷാടിസ്ഥാനത്തിൽ പിന്നെ രൂപീകൃതമായി എന്ന് ഓർത്തോളൂ. എങ്കിൽ കാക്ക കലേക്കർ കമ്മീഷൻ ഇന്ത്യസ് ഫസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ ആണ് കാക്ക കലേക്കർ. അതൊരു കാക്കയെ ഓർത്തോളൂ. ആ കാക്ക ബാക്കിലോട്ടാണ് പറക്കുന്നതെന്നും ഓർത്തോളൂ. കോഡിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. യെസ്, ബാക്ക് എന്നാൽ ബാക്ക്വേർഡ് ക്ലാസിന്റെ ഉന്നമനത്തിനായിട്ട് പഠനം നടത്തിയ ആദ്യത്തെ കമ്മീഷനാണ് കാക്ക കലേക്കർ. അത് ബാക്കിലോട്ടാണ് പറക്കുന്നതെന്ന് ഓർത്താൽ മതി. 1953 ജാനുവരി 29 നിലവിൽ വന്നത്. അപ്പൊ 1953 ഫസൽ അലിയും വന്നു, കാക്ക കലേക്കറും വന്നു. എന്നാൽ ബാക്ക്വേർഡ് ക്ലാസസിനായിട്ട് പിന്നെ രണ്ടാമത് നിലവിൽ വന്ന കമ്മീഷൻ ഏത് എന്ന് ചോദിച്ചാൽ അതാണ് മണ്ഡൽ കമ്മീഷൻ. പിന്നോക്ക മണ്ഡലം എന്നോർത്തോളൂ. ബാക്ക്വേർഡ് എന്നാൽ പിന്നോക്കം എന്നും അർത്ഥമില്ലേ? യെസ്, പിന്നോക്ക മണ്ഡലം 1979 മൊറാർജി ദേശായിയുടെ കാലഘട്ടത്തിലാണ് പിന്നോക്ക മണ്ഡലം മണ്ഡൽ കമ്മീഷൻ വരുന്നത്. സെക്കൻഡ് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ. ഓക്കെ, ബാക്ക്വേർഡ് ക്ലാസ് എഡ്യൂക്കേഷണലി ആയിട്ടും സോഷ്യലി ഒക്കെ ആയിട്ട് പിന്നോക്കം നിൽക്കുന്ന ബാക്ക്വേർഡ് ക്ലാസിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പഠനം നടത്തിയ രണ്ടാമത്തെ കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ എന്നും ഓർത്തോളൂ. അപ്പോ മണ്ഡൽ എന്നാൽ പിന്നോക്ക മണ്ഡലം, പിന്നോക്ക എന്നാൽ ബാക്ക്വേർഡ് ആണ്. കാക്ക എന്നാൽ പിന്നോട്ട് പറക്കുന്നു എന്നും ഓർത്തോളൂ. യെസ്, രണ്ടും ബാക്ക്വേർഡ് ആണ്. ആദ്യം കാക്ക കലേക്കർ, പിന്നെ മണ്ഡൽ കമ്മീഷൻ. എന്നാൽ ഇനി നോക്കാനുള്ളത് സച്ചാർ കമ്മിറ്റിയും ടെണ്ടുൽക്കർ കമ്മിറ്റിയും. സച്ചിൻ ടെണ്ടുൽക്കർ മുസ്ലിം ദരിദ്രൻ എന്ന് ഓർത്തോളൂ. സച്ചിൻ ടെണ്ടുൽക്കർ മുസ്ലിം ദരിദ്രൻ. യെസ്, സച്ചാർ കമ്മിറ്റി. ഇത് മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനും എഡ്യൂക്കേഷനുമായിട്ട് രൂപം കൊണ്ട കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റി. ജസ്റ്റിസ് ആയിട്ടുള്ള രജീന്ദർ സച്ചാർ ആണ് ഇതിന്റെ തലവൻ. എന്നാൽ ടെണ്ടുൽക്കർ കമ്മിറ്റി 2009 ഇന്ത്യയുടെ പോവർട്ടി, ദാരിദ്ര്യത്തെ കുറിച്ച് പഠിക്കാനായിട്ട് പഠനം നടത്താനായിട്ട് രൂപീകൃതമായിട്ടുള്ള കമ്മിറ്റിയാണ് ടെണ്ടുൽക്കർ കമ്മിറ്റി. അത് 2009 വന്നത്. അതില് സുരേഷ് ടെണ്ടുൽക്കർ ആണ് അതിന്റെ അധ്യക്ഷൻ. അപ്പോ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് ഓർത്തോളൂ. സച്ചാർ എന്നാൽ മുസ്ലിം, ടെണ്ടുൽക്കർ എന്നാൽ ദരിദ്രൻ എന്നും ഓർത്തോളൂ. സച്ചിൻ ടെണ്ടുൽക്കർ മുസ്ലിം ദരിദ്രൻ. സച്ചാർ കമ്മിറ്റി മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന്, ടെണ്ടുൽക്കർ കമ്മിറ്റി ദാരിദ്ര്യത്തെ കുറിച്ച് പഠനം നടത്തുവാനായിട്ട്. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്തതിലേക്ക് പോകാം. എങ്കിൽ BG കെയർ കമ്മീഷൻ. BG കെയർ എന്നാൽ ഘർ എന്നാൽ ഹിന്ദിയില് ഭവനം എന്നാണ്, വീട്. വീട്ടില് ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദി ആക്കണം എന്ന് ഈ ഉദ്ദേശത്തോടു കൂടി വന്ന കമ്മീഷൻ എന്ന് കോഡിനായിട്ട് ഓർത്തോളൂ. അതാണ് BG കെയർ കമ്മീഷൻ. ഇന്ത്യസ് ഫസ്റ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് കമ്മീഷൻ. ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദി ആക്കണം എന്ന് പഠനം നടത്തുവാനായിട്ട് വന്ന കമ്മീഷനാണ്. 1955 വന്നു. 1956 റിപ്പോർട്ട് സമർപ്പിച്ചു എന്നും ഓർത്തോളൂ. 14 സ്റ്റേറ്റുകൾ നിലവിൽ വന്ന അതേ വർഷം, കേരളം രൂപീകൃതമായിട്ടുള്ള വർഷം, BG കെയർ ഖറിൽ, ഖർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രം എന്ന് ഓർത്തോളൂ. രാഷ്ട്രത്തിൽ ഓരോ ഖറിലും ഹിന്ദി കൊണ്ടുവരണം എന്ന രീതിയിൽ കൊണ്ടുവന്നു എന്നും ഓർത്തോളൂ. യെസ്, ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദി ആക്കണം. BG കെയർ കമ്മീഷൻ. എങ്കിൽ അടുത്ത് നോക്കാനുള്ളത് ബൽവന്ത് റായ് മേത്ത. വേറൊരു മേത്തയും കൂടെ ഉണ്ട്, അത് അശോക് മേത്ത. ഇവർ രണ്ടാളും പഞ്ചായത്തിനെ കുറിച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ഓർത്തോളൂ. ബൽവന്ത് റായ് മേത്ത പറഞ്ഞത് ത്രിതല പഞ്ചായത്ത് സിസ്റ്റമാണ്. പഞ്ചായത്തിന് ബലം കൂട്ടണമെന്നുണ്ടെങ്കിൽ ത്രിതല പഞ്ചായത്ത്, ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ 3 തലങ്ങളുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വേണം എന്ന ആവശ്യവുമായി വന്നതാണ് ബൽവന്ത് റായ് മേത്ത. പഞ്ചായത്തിനെ ബലപ്പെടുത്തുവാൻ വന്ന മേത്തയാണ്. എങ്കിൽ അടുത്തത് അശോക് മേത്ത കമ്മിറ്റി. Strengthen Panchayat Raj institution recommending a shift from the existing 3-tier system to a 2-tier structure. ഇവിടെ ദ്വിതല പഞ്ചായത്ത് മതി. ബൽവന്ത് റായ് മേത്ത പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലം കൂടണമെന്നുണ്ടെങ്കിൽ ത്രിതലം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് 1957 20 വർഷം കഴിഞ്ഞ് അശോക് മേത്ത വന്നു പറഞ്ഞു ദ്വിതല പഞ്ചായത്ത് മതി എന്ന്. അങ്ങനെ കണക്ട് ചെയ്തോളൂ. ബലമുള്ള മേത്ത ത്രിതലം എന്ന് 1957 പറഞ്ഞപ്പോൾ അശോക് മേത്ത വന്ന് 20 വർഷം കഴിഞ്ഞിട്ട് ദ്വിതലം മതി എന്ന് പറഞ്ഞു. യെസ്, ദ്വിതല പഞ്ചായത്ത് ഐഡിയയുമായിട്ട് വന്നതാണ് അദ്ദേഹം. എങ്കിൽ അടുത്ത് നോക്കാനുള്ളതും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. GVK റാവ് കമ്മിറ്റി എന്നും ഓർത്തോളൂ. നമുക്ക് കണക്ട് ചെയ്യാം. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തുകളൊക്കെ ആദ്യം സ്ട്രോങ് ആക്കണം. വേരില്ലാത്ത പുല്ലല്ല ആവശ്യം. ആദ്യം നമ്മുടെ നാടിനെ പുല്ലായിട്ട് സങ്കല്പിച്ചാൽ മതി. അതിന് ബലം നൽകണമെന്നുണ്ടെങ്കിൽ ആദ്യം വേരിനും ഡെവലപ്മെന്റ് വേണം. വേര് എന്നാൽ റൂറൽ ഏരിയയാണ്, നമ്മുടെ ഓരോ ഗ്രാമങ്ങളും പഞ്ചായത്തുകളും അല്ലേ. അപ്പോ അത് പറഞ്ഞത് GVK റാവ് കമ്മിറ്റിയാണ്. റിവ്യൂ റൂറൽ ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ. ഗ്രാസ് വിത്തൗട്ട് റൂട്ട്സ് സിസ്റ്റം അല്ല വേണ്ടത് എന്നും പറഞ്ഞത്. സ്ട്രെങ്തനിങ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് GVK റാവ് കമ്മിറ്റിയാണ് 1985. അടുത്ത് പഞ്ചായത്തിന് വേണ്ടി വാദിക്കാനായിട്ട് അടുത്ത് വന്നത് ഒരു GV ആണ്. പിന്നെ ഒരു സിംഗ്വി വരുന്നുണ്ട്.
അതാണ് LM സിംഗ്വി കമ്മിറ്റി. അങ്ങനെ GVയും സിംഗ്വിയും കൂടെ ചേർന്ന് പഞ്ചായത്തിൽ തൂക്ക് മന്ത്രിസഭ ഉണ്ടാക്കിയെന്ന് കോഡിലൂടെ കറക്റ്റ് ചെയ്ത് ഓർത്തോളൂ. അതാണ് PK തൂങ്ങാൻ കമ്മിറ്റി. അതാണ് തൂക്ക് മന്ത്രിസഭ എന്ന് പറഞ്ഞത്. 2 മേത്ത വന്നു. ബൽവന്ത് റായ് മേത്ത ത്രിതലം എന്ന് പറഞ്ഞപ്പോൾ അടുത്ത് വന്നത് അശോക് മേത്ത, അത് ദ്വിതലം എന്ന് പറഞ്ഞു. എങ്കിൽ GVK റാവ് കമ്മിറ്റി എന്ന് പറഞ്ഞത് എന്താണ്? ഗ്രാസിന്റെ റൂട്ടാണ് ബലപ്പെടുത്തേണ്ടത്, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനെ സ്ട്രോങ് ആക്കണമെന്ന്. എന്നാൽ അടുത്ത ഞാൻ പറഞ്ഞു GVയും സിംഗ്വിയും കൂടെ ചേർന്ന് തൂക്ക് മന്ത്രിസഭയാണ് ഉണ്ടാക്കുന്നതെന്ന്. യെസ്, അതിലെ സിംഗ്വി എന്നാൽ LM സിംഗ്വി. ഈ LM സിംഗ്വി കമ്മിറ്റിയാണ് 1986 ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരവും സംരക്ഷണയും നൽകണം എന്ന് ആവശ്യപ്പെട്ടത്. ഇത് പ്രകാരം 1992 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിലുടനീളം നടപ്പിലാക്കാൻ വഴിയൊരുക്കി. അത് ആദ്യം പറഞ്ഞത് സിംഗ്വി കമ്മിറ്റിയാണ്. തൂക്ക് മന്ത്രിസഭ വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. 1989 PK തൂങ്ങാൻ കമ്മിറ്റി ഇതിനെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ 1989 PK തൂങ്ങാൻ കമ്മിറ്റിയുടെ സ്ട്രോങ് സപ്പോർട്ട് സമർപ്പിച്ചതോടുകൂടി 1992 73ാം ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആവുകയും 74ാം ഭേദഗതിയിലൂടെ മുനിസിപ്പാലിറ്റീസും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആവുകയും ചെയ്തു. അപ്പോൾ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അഞ്ച് ഇതാണ് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറഞ്ഞത്. 5 കമ്മിറ്റികള്. ഒന്ന് ബൽവന്ത് റായ്, ബലമുള്ള റായ് ത്രിതലം, അശോക് മേത്ത ദ്വിതലം, ദ്വിതല പഞ്ചായത്ത്, പിന്നെ ഒരു GVയും സിംഗ്വിയും കൂടെ ചേർത്ത് തൂക്ക് മന്ത്രിസഭ ഉണ്ടാക്കിയെന്നാണ്. GV എന്നാൽ GVK റാവു, ഗ്രാസ് റൂട്ട് ബലപ്പെടുത്തണമെന്ന് പറഞ്ഞു. പിന്നെ സിംഗ്വി അതിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്താണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവരാനായിട്ട് ആദ്യം ബാധിച്ചത് സിംഗ്വിയാണ്. പിന്നെ തൂങ്ങാൻ കമ്മിറ്റി അതിനെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്തു. അതാണ് PK തൂങ്ങാൻ കമ്മിറ്റി. ഇത്രയും ഓക്കെ അല്ലേ? K സന്താനം കമ്മിറ്റി. സന്താനം എന്നാൽ പുത്രനാണ്. ഈ പുത്രൻ കറപ്ഷന് എതിരാണ്, അഴിമതിക്ക് എതിരാണ് ഈ പുത്രൻ എന്നും ഓർത്തോളൂ. 1964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമാകാനുള്ള വഴിയൊരുക്കിയത് ഈ സന്താനമാണ്. അതാണ് K സന്താനം കമ്മിറ്റി. രൂപീകൃതമായത് 1962 ഇന്ത്യൻ ആന്റി കറപ്ഷൻ ബോഡി ദാറ്റ് റെക്കമെൻഡഡ് സിസ്റ്റമിക് റിഫോംസ് ലീഡിംഗ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഇൻ 1964. 1964 വിജിലൻസ് വരാൻ കാരണമായിട്ടുള്ള സന്താനമാണ് ഇദ്ദേഹം. 1962 ഈ കമ്മിറ്റി രൂപീകൃതമായത്. എങ്കിൽ തൊട്ടടുത്ത വർഷം രൂപീകൃതമായ മറ്റൊരു കേന്ദ്ര ഏജൻസി ഉണ്ട്. അതാണ് CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ലേ? എങ്കിൽ അതിന്റെ തൊട്ടടുത്ത വർഷമാണ് വിജിലൻസ് രൂപീകൃതമാവുന്നത്. അങ്ങനെ കണക്ട് ചെയ്തോളൂ. 62, 63, 64. എങ്കിൽ ഭാനു പ്രതാപ് സിംഗ് കമ്മിറ്റി. ഭാനു പഴയ കാലത്തെ ഒരു ജന്മിയാണ് എന്ന് ഓർത്തോളൂ. അന്ന് പ്രതാപത്തോടുകൂടി വാണിരുന്നത്. കൃഷിയൊക്കെ വന്നിട്ട് ഇൻഡസ്ട്രിയൽ വ്യവസായവൽക്കരിച്ച് എന്താണ് മോഡേണൈസേഷൻ കൃഷിയിൽ കൊണ്ടുവന്നു. അങ്ങനെയാണ് പ്രതാപത്തോടു കൂടി വാഴുന്നത് എന്നോർത്തോളൂ. ദ കമ്മിറ്റി സജസ്റ്റിംഗ് ഗിവിംഗ് ഹയർ പ്രയോറിറ്റി ടു അഗ്രികൾച്ചർ, ഓഫറിംഗ് ഇൻഡസ്ട്രിയൽ ലൈക്ക് ഇൻസെന്റീവ്സ് ആൻഡ് ഫോർമുലേറ്റിംഗ് ന്യൂ പോളിസീസ് ടു അൺലോക്ക് ഇറ്റ്സ് പൊട്ടൻഷ്യൽ. കൃഷിയുടെ പൊട്ടൻഷ്യൽ മാറ്റാനായിട്ട് ആധുനികപരമായിട്ട് കൃഷി ചെയ്യുക എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു എന്ന് ഓർത്തോളൂ അല്ലേ? പഴയ ഇതൊക്കെ മാറ്റിയിട്ട് പുതിയ പുതിയ വാഹനങ്ങൾ, ട്രാക്ടർ പോലുള്ള സാധനങ്ങൾ, പുതിയ പുതിയ വിളകള് അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് കൃഷിയുടെ പൊട്ടൻഷ്യൽ കൂട്ടി. അതാണ് ഭാനു പ്രതാപ് സിംഗ്. ഭാനു പ്രതാപത്തോടു കൂടി ജീവിക്കാൻ കൃഷിയുടെ പൊട്ടൻഷ്യൽ കൂട്ടി. 1990 ഫെബ്രുവരി 6 നിലവിൽ വരുന്നത് ഈ കമ്മീഷൻ. എങ്കിൽ കോത്താരി കമ്മീഷൻ, കോരിത്തരിപ്പിക്കുന്ന കമ്മീഷൻ എന്ന് ഓർത്തോളൂ. റെക്കമെൻഡിങ് a 10+2+3 സ്ട്രക്ചർ, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ 6 to 14 years ഓൾഡ്. പിന്നെ 3 ലാംഗ്വേജ് ഫോർമുലയും കൊണ്ടുവന്നത് ഈ കോത്താരി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നും ഓർത്തോളൂ. 10ാം ക്ലാസ് വരെ, പിന്നെ +2 എന്നാൽ പണ്ട് പ്രീ ഡിഗ്രി ആയിരുന്നു, അങ്ങനെ 2 വർഷം, പിന്നെ +3 എന്നാൽ ഡിഗ്രി 3 വർഷം. ആ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊണ്ടുവന്നു. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊണ്ടുവരണമെന്ന് സജസ്റ്റ് ചെയ്തു കോത്താരി കമ്മീഷൻ. അതാണ് എല്ലാവരെയും കോരിത്തിരിപ്പിച്ചത്. പിന്നെ 3 ലാംഗ്വേജ് ഫോർമുല, സ്വന്തം ഭാഷ, നമ്മുടെ മാതൃഭാഷ, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ ഹിന്ദി എന്ന രീതിയിൽ 3 ലാംഗ്വേജ് ഫോർമുലയും കൊണ്ടുവന്നത് കോത്താരി കമ്മീഷനാണ്. അതെല്ലാരെയും കോരിത്തെരിപ്പിച്ചു എന്ന് ഓർത്തോളൂ. എങ്കിൽ അടുത്ത് നോക്കാനുള്ളത് കപൂർ കമ്മീഷൻ. കപൂർ എന്നാൽ കാരണക്കാരെ കണ്ടെത്താനുള്ള കമ്മീഷനാണ് കപൂർ കമ്മീഷൻ. JL കപൂർ കമ്മീഷൻ. ഇത് ഗാന്ധിജിയുടെ മരണവുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷനാണ്. ആ കോൺസ്പിറസി അന്വേഷിച്ചതാര് എന്ന് ചോദിച്ചാൽ കപൂർ കമ്മീഷൻ കാരണക്കാരെ
കണ്ടെത്തി. 1969 റിപ്പോർട്ട് സമർപ്പിച്ചത്. 1869 ഗാന്ധി ജനിക്കുന്നത്. അത് കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ 1966 ഇതിനെ ഈ കമ്മീഷനെ ചുമതലപ്പെടുത്തിയത് ഗാന്ധിജിയുടെ ജന്മദിനത്തിന്റെ അന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നും ഓർത്തോളൂ. അടുത്ത് നോക്കാനുള്ളത് ഹനുമന്തയ്യ മൊറാർജി ദേശായി കമ്മിറ്റി. മൊറാർജി ദേശായി എന്ന് പറഞ്ഞാൽ തന്നെ ഭരണമാറ്റം ആണ് എന്ന് ഓർത്തോളൂ. ആദ്യമായിട്ട് കോൺഗ്രസിനെ മറിച്ചിട്ട് ജനതാ ഗവൺമെന്റിൽ നിന്ന് വന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി അല്ലേ. അപ്പോ ഭരണ പരിഷ്കരണത്തെ കുറിച്ച് പഠിക്കാനായിട്ട് 1966 അദ്ദേഹം പ്രധാനമന്ത്രിയൊക്കെ ആവുന്നതിന് ഒരു 10 വർഷമൊക്കെ മുന്നേ തന്നെ അദ്ദേഹത്തിന് ചുമതല ഏൽപ്പിച്ചു. അതാണ് ഹനുമന്തായി മൊറാർജി ദേശായി കമ്മിറ്റി. അങ്ങനെ കണക്ട് ചെയ്തോളൂ. എങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ്, കേന്ദ്ര സർക്കാരും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള റിലേഷൻസിനെ കുറിച്ച് പഠിക്കാനുള്ള 3 കമ്മിറ്റിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തത് രാജമന്നാർ കമ്മിറ്റി. ഒരു രാജാവിന്, പണ്ടൊക്കെ രാജാവല്ലേ ഭരിച്ചിരുന്നത്, പിന്നെയല്ലേ സെൻട്രലിന്റെ സ്റ്റേറ്റിന്റെ കയ്യിൽ വന്നത്. അപ്പോ ആദ്യം ഒരു രാജാവാണ് വന്നത് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി. അതാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്. 1969 രാജമന്നാർ കമ്മിറ്റി. അങ്ങനെ കണക്ട് ചെയ്തോളൂ. സർക്കാരിയ കമ്മീഷൻ. സെൻട്രൽ സ്റ്റേറ്റ് സർക്കാർ എന്നാൽ ഗവൺമെന്റ് എന്നാൽ സർക്കാർ തന്നെയല്ലേ. അപ്പോ സർക്കാരിയ എന്നാൽ സെൻട്രൽ സ്റ്റേറ്റ് സർക്കാർ എന്ന് ഓർത്തോളൂ. അതും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള പഠനം നടത്താനായിട്ട് 1983 വന്ന കമ്മിറ്റിയാണ്. എങ്കിൽ പഞ്ചി കമ്മീഷൻ, ചെയർഡ് ബൈ ഫോർമർ സുപ്രീം കോർട്ട് ജസ്റ്റിസ് MM പഞ്ചിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വന്നതാണ് 2007. പഞ്ചി എന്നാൽ അദ്ദേഹത്തിന് പുച്ഛമാണ്. സെൻട്രലിനെയും സ്റ്റേറ്റിനെയും ഒന്ന് ഓർത്തോളൂ. ഈ രീതിയിൽ കണക്ട് ചെയ്യാലോ. 2007 ഈ കമ്മീഷൻ വരുന്നത്. എങ്കിൽ അടുത്ത് നോക്കാനുള്ളത് ദത്ത് കമ്മീഷൻ. സഞ്ജയ് ദത്തിനെ ഓർത്തോളൂ. അദ്ദേഹം ലൈസൻസ് ഇല്ലാത്ത തോക്ക് കൈവശം വെച്ചതിനാണ് അദ്ദേഹത്തെ ഫണ്ട് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈസൻസുമായിട്ട് ബന്ധപ്പെടുത്തി ഇൻഡസ്ട്രിയൽ ലൈസൻസിംഗ് പോളിസി എൻക്വയർ കമ്മിറ്റി 1967 വരുന്നത്. അതാണ് ദത്ത് കമ്മീഷൻ. ഇൻഡസ്ട്രികൾക്ക് ലൈസൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പഠനം നടത്തിയ കമ്മീഷനാണ്. എങ്കിൽ ഭഗവതി കമ്മീഷൻ. ഭഗവതി ജോലിയില്ലാത്ത എല്ലാവർക്കും ജോലി കൊടുത്തു എന്ന് ഓർത്തോളൂ. പഴയ സിനിമയിലൊക്കെ ഓർമ്മയില്ലേ, ജോലിക്ക് പോകുന്നതിന് മുന്നേ, ഇന്റർവ്യൂവിൽ പോകുന്നതിന് മുന്നേ ഭഗവതിയെ എന്ന് വിളിച്ചിട്ട് പോകുമല്ലേ. അപ്പോ അൺഎംപ്ലോയ്മെന്റിന് ജോലി കിട്ടാനായിട്ട് പഠനം നടത്തിയിട്ടുള്ള കമ്മിറ്റിയാണ് ഭഗവതി കമ്മിറ്റി. അത് 1973 PN ഭഗവതിയുടെ നേതൃത്വത്തിലാണ് വന്നതെന്ന് ഓർത്തോളൂ. എങ്കിൽ സ്വരൺ സിംഗ് കമ്മിറ്റി. എല്ലാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ചെയ്യണം എന്ന് ഓർത്തോളൂ. സ്വരൺ സിംഗ് എന്നാൽ 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം 1976 നമ്മുടെ ഭരണഘടനയിലെ 51A ആർട്ടിക്കിളില് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് പിൽക്കാലത്ത് 2002 11 മാറി 86ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം. അപ്പൊ അതിനെ കുറിച്ചിട്ട് പഠനം നടത്തിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഒരു പൗരൻ ഡ്യൂട്ടി കൃത്യമായി ചെയ്യണം എന്ന് പറഞ്ഞത് ഒരേ സ്വരത്തോടു കൂടി സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. എങ്കിൽ വോക്ര കമ്മിറ്റി എന്നാൽ കച്ചറ എന്ന് ഓർത്തോളൂ. ഇത് പൊളിറ്റിക്സിനുള്ളിലുള്ള ക്രിമിനലൈസേഷനെ കുറിച്ച് പഠനം നടത്താനായിട്ട് 1993 നരസിംഹറാവുവിന്റെ കാലഘട്ടത്തില് ഏർപ്പെടുത്തിയ കമ്മിറ്റിയാണ് വോക്ര കമ്മിറ്റി. അത് കച്ചറ എന്ന് ഓർത്തോളൂ. MN വോക്ര ആയിരുന്നു ഹെഡ്. 1993 ബോംബ് ബ്ലാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പൊളിറ്റിക്സിനുള്ളിലെ ക്രിമിനലുകളെ കണ്ടെത്താനായിട്ട് ഏർപ്പെടുത്തിയ കമ്മീഷനാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ അടുത്ത് നോക്കാനുള്ളത് ദണ്ഡ് വാല കമ്മിറ്റി. ദണ്ഡ് വാല എന്നാൽ നട്ടെല്ല്. നട്ടെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തണ്ടല്ല് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാല്ലേ. യെസ്, ദണ്ഡ് വാല എന്നാൽ ഗ്രാമങ്ങളുടെ തണ്ടലാണ്. റീജിയൽ റൂറൽ ബാങ്ക്സ് അല്ലേ, അവിടെയുള്ള കൃഷി അഗ്രികൾച്ചർ എല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അങ്ങനെ ഗ്രാമങ്ങൾക്ക് ഒരു തണ്ടല് ഏർപ്പെടുത്താനായിട്ട് കൊണ്ടുവന്ന കമ്മീഷൻ എന്ന് ഓർത്തോളൂ. ദണ്ഡ് വാല, റീജിയൽ റൂറൽ ബാങ്ക്സ്, പിന്നെ ബ്ലോക്ക് ലെവലിലുള്ള പ്ലാനിംഗ് ഒക്കെ വെച്ചിട്ട് റൂറലിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് 1977. എങ്കിൽ ലക്കടവാല കമ്മിറ്റി. ലക്കടവാല എന്നാൽ ഈ ലാക്ക് എന്ന് കഴിഞ്ഞാൽ ലക്ഷാധിപതി എന്ന് ഓർത്തോളൂ. ലക്ഷങ്ങൾ ഇല്ലാത്തവൻ ദരിദ്രനാണ്. അപ്പോൾ ലക്കടവാല, ലാക്ക് ഇല്ലാത്ത വാല ആരാണ്? ദരിദ്രനാണ്. യെസ്, പോവർട്ടിയെ കുറിച്ച് പഠനം നടത്താനായിട്ട് 1989 വന്നതാണ് ലക്കടവാല കമ്മീഷൻ. എങ്കിൽ ദിനേശ് ഗോസ്വാമി കമ്മീഷൻ. ദിനേശ് ഗോസ്വാമി ഇലക്ട്രൽ റിഫോംസ് ഇൻ ഇന്ത്യ. 1990 ഇന്ത്യയിലെ ഇലക്ഷൻ രീതികളൊക്കെ മാറ്റണം എന്നുള്ള രീതിയിലുള്ള പഠനം നടത്തിയതാണ് ദിനേശ് ഗോസ്വാമി. അപ്പൊ എല്ലാരും പറഞ്ഞു നീ പോ മോനെ ദിനേശ. അതാണ് ഗോസ്വാമി ദിനേശ. ഇപ്പൊ ഇലക്ഷന്റെ ഇതൊന്നും മാറ്റാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ഭാവിയിൽ ഇലക്ട്രൽ മെഷീൻസ് ഒക്കെ വന്നല്ലേ, അന്ന് വന്നിട്ട് ആ രീതിയിലൊന്നും ആയിരുന്നില്ല വോട്ട് രേഖപ്പെടുത്തിയിരുന്നത്. യെസ്, ദിനേശ് ഗോസ്വാമി അതിനെക്കുറിച്ച് അന്വേഷിച്ച് പഠനം നടത്തിയപ്പോൾ നീ ഗോസ്വാമി ദിനേശ എന്ന് പറഞ്ഞു. ഇലക്ഷൻ രീതികൾ ഇപ്പോൾ മാറ്റാൻ പറ്റില്ല. യെസ്, 1990 വരുന്നത്. എങ്കിൽ നരസിംഹം കമ്മിറ്റി 1ഉം 2ഉം വന്നു. അത് 91, 92 കാലഘട്ടത്തിലാണ്. പുത്തൻ സാമ്പത്തിക നയമൊക്കെ കൊണ്ടുവന്നത് നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിലായിരുന്നു അല്ലേ. അപ്പോഴത്തെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. അത് വെച്ച് കണക്ട് ചെയ്തോളൂ.
അപ്പൊ ഒന്നാമത്തെ നരസിംഹം കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റിവ്യൂ ദ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷനിങ് ഓഫ് ദ ഫൈനാൻഷ്യൽ സിസ്റ്റം. ഫൈനാൻഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ടുള്ള പഠനം നടത്തിയത്. എന്നാൽ രണ്ടാമത്തെ നരസിംഹം കമ്മിറ്റിയിൽ ഫർദർ സ്ട്രെങ്തനിങ് ദ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ബാങ്ക് അല്ലേ? ബാങ്കുകളൊക്കെ വന്നിട്ട് സ്ട്രെങ്തനിങ് ആക്കാനുള്ള പരിപാടി ചെയ്തതും നരസിംഹറാവുവിന്റെ രണ്ടാമത്തെ കമ്മിറ്റിയിലാണ്. അപ്പൊ ഇത് രണ്ടും ഫൈനാൻസിനെ കുറിച്ചിട്ടുള്ളതാണ് എന്ന് ഓർത്തോളൂ നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിൽ. എങ്കിൽ രാജാ ചെല്ലയ്യ കമ്മിറ്റി ഇങ്ങനെ ഓർത്തോളൂ. നികുതിയടയ്യ ചെല്ലയ്യ എന്ന് നമ്മൾ ഈ ശരണം വിളിക്കും പോലെ പാട്ടുപാടി ഓർത്തോളൂ. നികുതി അടയ്യ ചെല്ലയ്യ എന്നാൽ നികുതി അടയ്ക്കാൻ വേണ്ടി ചെല്ലു രാജ എന്നാണ് പറയുന്നതെന്ന് ഓർത്തോളൂ. ടാക്സ് റീഫോർമേഷനെ കുറിച്ചിട്ട് പഠനം നടത്തിയിട്ടുള്ള കമ്മിറ്റിയാണ്. 1991 നിലവിൽ വന്നു. 93 റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു എന്നും ഓർത്തോളൂ. എങ്കിൽ രാം നന്ദൻ കമ്മിറ്റി ഇത് ഒരു ക്രിമിനൽ, അതായത് ബാക്ക്വേർഡ് ക്ലാസ്സിൽ നിന്നും ധനമുള്ളവരെ പുറത്താക്കിയിട്ട് അവിടെ നിന്നിട്ടുള്ള സാധാരണക്കാർക്ക് സംവരണം കിട്ടുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കമ്മിറ്റിയാണ് രാം നന്ദൻ കമ്മിറ്റി, ലെഡ് ബൈ ജസ്റ്റിസ് രാം നന്ദൻ പ്രസാദ് ആണ്. 1993 വന്നത്. രാമും നന്ദനും കൂടെ ചേർന്ന് പറഞ്ഞു, ബാക്ക്വേർഡ് ക്ലാസ്സിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്നവരെ ആ സംവരണത്തിൽ നിന്നും ഒഴിവാക്കി ക്രിമിനൽ കൊണ്ടുവന്നത് രാം നന്ദൻ കമ്മിറ്റിയാണ്. രാമും നന്ദനും കൂടെ ചേർത്ത് തീരുമാനിച്ചു എന്നും ഓർത്തോളൂ. എങ്കിൽ മൽഹോത്ര കമ്മിറ്റി. മൽഹോത്ര കമ്മിറ്റി എന്നാൽ ഇൻഷുറൻസ് മൽഹോത്രയ്ക്ക് മാത്രം എന്ന് ഓർത്തോളൂ. മൽഹോത്രയ്ക്ക് മാത്രം ഇൻഷുറൻസ്. ആ രീതിയിൽ പഠിച്ചോളൂ. യെസ്, ഇറ്റ് ഫോക്കസ്ഡ് ഓൺ ദ ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ. ഇൻഷുറൻസ് സെക്ടറിൽ ലിബറലൈസേഷൻ കൊണ്ടുവരാനായിട്ട് പഠനം നടത്തിയ കമ്മിറ്റിയാണ് മൽഹോത്ര കമ്മിറ്റി. ഹെഡ് RN മൽഹോത്രയാണ്. 1993 വന്നത്. ഇൻഷുറൻസ് മൽഹോത്രയ്ക്ക് മാത്രം. അങ്ങനെ കണക്ട് ചെയ്തോളൂ. എങ്കിൽ യെസ്, പത്മനാഭൻ കമ്മിറ്റി. പണം പത്മനാഭന് എന്നല്ലേ പറയുന്നത്? ട്രിവാൻഡ്രത്തെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധനമുള്ള ക്ഷേത്രം? അങ്ങനെ കണക്ട് ചെയ്തോളൂ. ആ ധനം എടുത്ത് ഇറ്റ് ഫോക്കസിംഗ് ബാങ്കിങ് സൂപ്പർവിഷൻ സിസ്റ്റം ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. ബാങ്കിങ്ങിലുള്ള സൂപ്പർവിഷൻ സിസ്റ്റത്തിനെ കുറിച്ചും പിന്നെ റിസ്ക് മാനേജ് ചെയ്യാനും ഒക്കെ ആ ധനം ഉപയോഗിച്ചു എന്നും ഓർത്തോളൂ. അപ്പൊ അതിനെക്കുറിച്ച് പഠനം നടത്തിയതാണ് എസ് പത്മനാഭൻ കമ്മിറ്റി. 1995 നിലവിൽ വരുന്നത്. എങ്കിൽ JR വർമ്മ കമ്മിറ്റിയും JS വർമ്മ കമ്മിറ്റിയും ഉണ്ട്. രണ്ടും രണ്ട് പർപ്പസിനുള്ള പഠനം നടത്തിയ കമ്മിറ്റികളാണ്. JR എന്നാൽ ജയന്ത് R വർമ്മ. ജയന്ത് R വർമ്മ. ഈ വർമ്മ ജയിക്കാൻ വേണ്ടി ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ജയിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് ഓർത്തോളൂ. യെസ്, എക്സാമിൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് റീഫോം, ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആ ഒരു റിഫോർമേഷനും അവിടെ ഉള്ള ഒരു റിസ്ക് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠനം നടത്തിയതാണ് JR വർമ്മ. ജയന്ത് R വർമ്മയാണ് ജയിക്കാൻ വേണ്ടി എന്ന് ഓർത്തോളൂ. 1998 എങ്കിൽ JS വർമ്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് ജഗദീഷ് ശരൺ വർമ്മ. ജഗദീശ്വരനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നീതി നടപ്പിലാക്കും. ആർക്ക്? പീഡനം നടത്തിയ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കും എന്ന് ഓർത്തോളൂ. ഇത് 2012 ഒരു ഗ്യാങ് റേപ്പ് ഉണ്ടല്ലോ, നിർഭയ കേസ്. അതേ തുടർന്ന് ഇങ്ങനെ ഗ്യാങ് റേപ്പ് ചെയ്യുന്ന ക്രിമിനലുകൾക്ക് വളരെ ക്വിക്ക് ട്രയൽ നൽകണമെന്നും കഠിനമായിട്ടുള്ള ശിക്ഷ ഏർപ്പെടുത്തണമെന്നും അതിനെക്കുറിച്ചുള്ള പഠനം നടത്തിയ കമ്മിറ്റിയാണ് ജസ്റ്റിസ് ജഗദീഷ് ശരൺ വർമ്മ. നിർഭയം ജീവിക്കാം, നിർഭയ കേസുമായിട്ട് ബന്ധപ്പെടുത്തി ഓർത്തോളൂ. Formed after 2012 Delhi gang rape Nirbhaya case to suggest amendments to criminal law for quicker trials and strict punishment for sexual assault. 2012 വന്നിട്ടുള്ളത്. ഇതിനടുത്ത് നോക്കാനുള്ളത് നാനാവതി മേത്ത കമ്മീഷൻ. നാനാവതി കമ്മീഷൻ 2 ഉണ്ട്. ഗുരു നാനാക്ക് ഏത് മതത്തിലുള്ളതാണ്? സിഖ് മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? സിഖ് മതത്തിലെ ഗുരുവാണ് ഗുരു നാനാക്ക്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തോളൂ. നാനാവതി കമ്മീഷൻ സിഖ് കലാപത്തെ കുറിച്ച് അന്വേഷിച്ചതാണ്. GT നാനാവതി ആന്റി സിഖ് റയോട്സിനെ കുറിച്ച് 1984. എങ്കിൽ സിഖ് കലാപം പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള മറ്റ് കലാപമാണ് ഗോദ്ര കലാപവും ഗുജറാത്ത് കലാപവും അല്ലേ? അത് 2002 അന്ന് പഠനം നടത്തിയതും മറ്റൊരു റയോട്സിനെ കുറിച്ച് പഠനം നടത്തിയതും നാനാവതിയാണ്. ഗോദ്ര കലാപത്തിനെ കുറിച്ചിട്ടും ഗുജറാത്ത് കലാപത്തിനെ കുറിച്ചിട്ടും പഠനം നടത്തിയിട്ടുള്ളത് നാനാവതി മേത്ത കമ്മീഷനാണ്. നാനാവതി ഷാ കമ്മീഷനും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ഓർത്തോളൂ. അപ്പൊ നാനാവതി 2 റയോട്സിനെ കുറിച്ചിട്ടാണ് അന്വേഷിച്ചത്. ഗുരു നാനാക്ക് സിഖാണ്. അപ്പൊ സിഖ് കലാപത്തിനെ കുറിച്ചിട്ട് അന്വേഷണം നടത്തി. 2002 ഗോദ്ര ഗുജറാത്ത് കലാപത്തിനെ കുറിച്ചിട്ടും അന്വേഷണം നടത്തി. ഗോ എന്ന് പറയുമ്പോൾ നാന എന്ന് പറയും എന്ന് ഓർത്തോളൂ. നാനാവതി ഗോ എന്നാൽ ഗോദ്ര ഗുജറാത്ത്. അങ്ങനെ കണക്ട് ചെയ്യാലോ. എങ്കിൽ ജസ്റ്റിസ് മുഖർജി കമ്മീഷനും ഷാനവാസ് കമ്മീഷനും. നേതാജിയുടെ മുഖം അന്വേഷിച്ച് നടന്ന ഒരു ഷാനവാസിനെ കുറിച്ചിട്ട് ഓർത്തോളൂ. രണ്ടും നേതാജിയുടെ തിരോധാനത്തെ കുറിച്ച് പഠനം നടത്തിയ കമ്മീഷനാണ്.
നേതാജിയുടെ മുഖമന്വേഷിച്ച് ഒരു ഷാനവാസ് പഠനം നടത്തി. യെസ്, ജസ്റ്റിസ് മുഖർജി കമ്മീഷൻ നേതാജിയുടെ തിരോധാനത്തിനെ കുറിച്ചിട്ട് 1999 to 2005 കാലഘട്ടത്തിലാണ് പഠനം നടത്തിയത്. എങ്കിൽ ഷാനവാസ് കമ്മിറ്റിയാണ് ആദ്യം നിയോഗിച്ചത് 1956. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ മുഖമന്വേഷിച്ച ഒരു ഷാനവാസ് നടന്നു എന്ന് ഓർത്തോളൂ. എങ്കിൽ അടുത്ത് നോക്കാനുള്ളത് BN കൃപാൽ കമ്മീഷൻ. ഫസ്റ്റ് നാഷണൽ ഫോറസ്റ്റ് കമ്മീഷണർ ഫോർ റിവ്യൂ നാഷണൽ ഫോറസ്റ്റ് പോളിസീസ്. ദേശീയ വന പോളിസിയെ കുറിച്ചിട്ട് പഠനം നടത്തിയാണ്. വനത്തിലുള്ളത് മൃഗങ്ങളോടും വനത്തിനോടും കൃപ കാണിക്കൂ, അതാണ് കൃപാല്. 2003 വന്നു. ഇങ്ങനെ കണക്ട് ചെയ്യാലോ. എങ്കിൽ സോലി സൊറാബ്ജി കമ്മിറ്റി. ജോലി എന്ന് ഓർത്തോളൂ, പോലീസിലാണ് ജോലി ഈ സൊറാബ്ജിക്ക്. സോലി സൊറാബ്ജി പോലീസിൽ കണക്ട് ചെയ്തോളൂ. പോലീസ് ആക്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പഠനം നടത്തിയതാണ് സോലി സൊറാബ്ജി കമ്മിറ്റി. 2005 എങ്കിൽ ലിങ്ദോ കമ്മിറ്റി. സ്റ്റുഡന്റ് യൂണിയൻ ഇലക്ഷൻ ഇൻ യൂണിവേഴ്സിറ്റീസ്. യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡന്റ് യൂണിയന്റെ ഇലക്ഷനുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിച്ച് ഈ ലിങ്ദോ കമ്മിറ്റി ഓർത്തോളൂ. 2006 വരുന്നത്. ക്ലാസ്മേറ്റ്സ് സിനിമയൊക്കെ ഇറങ്ങുന്നത് ഈ കാലഘട്ടത്തിലാണ്. അതും സ്റ്റുഡന്റ് യൂണിയനും ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതല്ലേ. അങ്ങനെ ലിങ്ദോ കമ്മിറ്റി അതുമായിട്ട് ലിങ്ക് ചെയ്തോ. എങ്കിൽ രഘുറാം രാജ് കമ്മിറ്റി. നമ്മുടെ ഏറ്റവും അവസാനമായിട്ട് ഈ നോട്ട് നിരോധനമൊക്കെ നടന്നത് 2016 November 8 ആ സമയത്ത് റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്നു രഘുറാം രാജൻ. അപ്പോ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അദ്ദേഹത്തിൻ്റെത്. ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് സ്റ്റെബിലിറ്റി 2007 അദ്ദേഹമാണ് പഠനം നടത്തിയത്. എങ്കിൽ ശ്രീകൃഷ്ണ കമ്മീഷൻ. 2 പ്രാവശ്യമാണ് ശ്രീകൃഷ്ണനെ വിളിച്ചത്. ആദ്യം തെലുങ്കന്മാര് വിളിച്ചു എന്ന് ഓർത്തോളൂ. ആന്ധ്രാപ്രദേശിലൊക്കെ ഒരു ശ്രീകൃഷ്ണ ടെമ്പിൾ ഇല്ലേ, അത് വിഷ്ണു ടെമ്പിൾ ആണ്. തിരുപ്പതി വെങ്കടാചലപതി, അത് ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധമില്ലേ. അപ്പൊ ആന്ധ്രാപ്രദേശിനെ സ്പ്ലിറ്റ് ആക്കി തെലുങ്കാന ആക്കിയപ്പോഴത്തേക്കും അതിനുവേണ്ടി ശ്രീകൃഷ്ണ കമ്മിറ്റി വന്നു എന്ന് ഓർത്തോളൂ. ഇത് 2010 അത് പ്രകാരം 2014 June 2 തെലുങ്കാന നിലവിൽ വരുന്നു. അതിനു മുന്നേ ശ്രീകൃഷ്ണനെ വിളിച്ചത് ബോംബെയിലെ ബോംബ് ബ്ലാസ്റ്റ് നടന്നപ്പോഴാണ്. 1993 ശ്രീകൃഷ്ണ കമ്മീഷൻ വന്നു. BN ശ്രീകൃഷ്ണ കമ്മീഷൻ. ബോംബെയിലെ റയോട്ട്സും പിന്നെ അവിടുത്തെ ബോംബ് ബ്ലാസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി പഠനം നടത്തിയതും ശ്രീകൃഷ്ണ കമ്മീഷനാണ്. അപ്പൊ ആരാ? തെലുങ്ക്, ബോംബെ. എങ്കിൽ ഗാഡ്ഗിൽ കമ്മിറ്റി. ഗാഡ്ഗിൽ എന്നാൽ ഗാഡ് ഹില്ല് എന്ന് ഓർത്തോളൂ. ഗാഡ് ഹില്ലില് കസ്തൂരി മണക്കും. അതെവിടെ എന്ന് ചോദിച്ചാൽ അത് വെസ്റ്റേൺ ഘട്ടാണ്. അതും ഹില്ലല്ലേ. ഗാഡ്ഗിൽ എന്നാൽ ഗാഡ് ഹില്ല് എന്ന് ഓർത്തോളൂ. വെസ്റ്റേൺ ഘാട്ടിനെ കുറിച്ച് പഠനം നടത്താനുള്ള ഏർപ്പെടുത്തിയ 2 കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. അത് ആദ്യം വന്നു 2011. ഗാഡ് ഹിൽ എന്നാൽ വെസ്റ്റേൺ ഘട്ടിലെ ഹില്ല്. അവിടെ കസ്തൂരി മാനുണ്ട്, കസ്തൂരി മണക്കും എന്നോർത്തോളൂ. കസ്തൂരി രംഗൻ കമ്മിറ്റിയും വെസ്റ്റേൺ ഘട്ടിലെ കുറിച്ചിട്ട് പഠനം നടത്താൻ വേണ്ടി വന്ന കമ്മിറ്റിയാണ്. ഇത് പ്രകാരം എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺസ് ആണ് അവിടെ 37% ഏരിയകളും. അതുകൊണ്ട് പലയിടത്തും വന്നിട്ട് മൈനിങ്, ക്വാറിങ് ഒന്നും നടത്താൻ പാടില്ല എന്ന് കസ്തൂരി രംഗൻ കമ്മിറ്റി നിർദ്ദേശിച്ചു. അതിനു മുന്നേ വന്ന് പഠനം നടത്തിയതാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. രണ്ടുപേരും സെയിം സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് പഠനം നടത്തിയെന്ന് ഓർത്തോളൂ. എങ്കിൽ അജയ് ചിബ്ബാർ കമ്മിറ്റി. ഫോർമേഷൻ ഓഫ് നീതി ആയോഗ് 2015. അജയ് ജയിക്കാൻ വേണ്ടിയിട്ട് നീതി നടപ്പിലാക്കാൻ വന്ന നീതി ആയോഗുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെ ഓർത്തോളൂ. അജയ് ചിബ്ബാർ കമ്മിറ്റിയാണ്. 2015 വരുന്നത്. നീതി ആയോഗം നിലവിൽ വന്നത് 2015 അപ്പോൾ ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് പഠിക്കേണ്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. വേറെയും ധാരാളം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകളെല്ലാം കാണും. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അവിടെ ജോയിൻ ചെയ്തോളൂ. ക്ലാസിന്റെ നോട്ടുകളും ഞാൻ അവിടെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഈ ക്ലാസിന്റെ എല്ലാം ലിങ്ക് ഞാൻ അവിടെയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.